ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കാർത്തി വരാത്തത് എന്തുകൊണ്ടാണ്? വഫാത്തിന്റെ വേളയിൽ അലി റളിയല്ലാഹു തആല ചോദിക്കുന്നു, ഫാത്തിമ നീ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഞാൻ ഭർത്താവായി വന്നത് കൊണ്ടാണെന്ന് നബി തങ്ങളോട് പരാതി പറയല്ലേ ഫാത്തിമ. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഉടുതുണിക്കും മറുതുണിയില്ലാതെ കിടന്നവളാണ് ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, ജോലി ചെയ്ത് കൈയുടെ രക്തം പൊട്ടിവടുക്കിയവളാണ് ഫാത്തിമ. ഇന്ന് വീട്ടിന്റെ അകത്തില്ലാത്ത ഉപകരണമുണ്ടോ സഹോദരിമാരെ? ഇന്ന് നീ പറയുന്നതല്ല, നിന്റെ കൺവട്ടത്ത് കൊണ്ടുതരുന്ന ഭർത്താക്കന്മാരല്ലേ. വാഷിംഗ് മെഷീൻ വേണോ, മിക്സി വേണോ, ഗ്രൈൻഡർ വേണോ, ഫ്രിഡ്ജ് വേണോ, കറണ്ടിലെ അടുപ്പ് വേണോ, എന്ത് വേണമെങ്കിലും നീ ഒന്ന് മൂളിയാ മതി, നിന്റെ മുമ്പിലേക്ക് നിന്റെ ഭർത്താവ് കൊണ്ടുതരൂലേ. എത്ര ദിവസമാ ലോകത്തിന്റെ നായകന്റെ പൊന്നുമോള് പട്ടിണി കിടന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ മഹദി കൊടുത്ത മറുപടി എന്തെന്നറിയോ? അലിയേ, ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചതുപോലെ, ജീവിതത്തിൽ ഞാൻ ആനന്ദിച്ചതുപോലെ ഒരു പെണ്ണും സന്തോഷിച്ചു കാണൂല അലിയേ. അത്രയ്ക്ക് സന്തോഷമാണ് എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണീര് തുടച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് വെറുതെയല്ല. എന്തുകൊണ്ടെന്നറിയോ? അവർക്ക് അത്രയ്ക്കുള്ള മനസ്സായിരുന്നു പ്രിയപ്പെട്ടവരെ. അവർ കുറഞ്ഞത് കൊണ്ട് ജീവിക്കാനുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നു സഹോദരിമാര്. നമ്മളോ ഇന്ന് വരെ നീ പറഞ്ഞതേതെങ്കിലും ഒന്ന് നിന്റെ ഭർത്താവ് കൊണ്ടുതരാതിരുന്നിട്ടുണ്ടോ? എന്നിട്ടും എന്തേ നമുക്ക് സമാധാനമില്ല? എന്നിട്ടെന്തേ നമുക്ക് ആർത്തി കൂടുന്നു? എന്നിട്ടെന്തേ ആഡംബരത്തിന് വേണ്ടി വീണ്ടും നാവ് നീട്ടിയിട്ട് പരക്കം പായുന്ന മോളെ? അതുകൊണ്ടാണ് റൂഹ് വിളിച്ചു പറയുന്നത്, ലാ തഗുറന്നകുമുദ് ദുനിയാ, ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. എന്നെ ചതിച്ചതാണ് ദുനിയാവ്. ചിരിച്ചു കാണിച്ചുകൊണ്ട്, കണ്ണടച്ച് കാണിച്ചുകൊണ്ട്, ആഡംബരത്തിന്റെ മേഖലകളുടെ കവാടങ്ങള് എനിക്ക് വേണ്ടി തുറന്നിട്ടുകൊണ്ട് എന്നെ ചതിച്ച ദുനിയാവാണ്, എന്നെ നശിപ്പിച്ച പണമാണ്. അതുകൊണ്ട് നിങ്ങളതിൽ കുടുങ്ങല്ലേ. നിങ്ങൾക്ക് ജീവിതം ബാക്കിയാണ്. ആഖിറത്തേക്കാ ദുനിയാവിനെ പ്രിയം വെക്കുന്നവർക്ക് നാലാമത് അല്ലാഹു കൊടുക്കുന്നതെന്തെന്നറിയോ? വഫഖറല്ലാ യബ്ലഗു മുംദഹാഹു അബദാ, ഒരിക്കലും അസ്തമിക്കാത്ത ദാരിദ്ര്യമാണ്. എന്നും ദാരിദ്ര്യമാണ് പ്രിയപ്പെട്ടവര്. ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമാണ് എന്നും അല്ലാഹു നിനക്ക് തരുന്നത്. വേണ്ട വേണ്ട, അത് നമുക്ക് വേണ്ട. നമുക്ക് ആഖിറത്തിന്റെ സന്തോഷം മതിയല്ലോ, ആഖിറത്തിന്റെ സംതൃപ്തി മതിയല്ലോ. ദുനിയാവിനിത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അതുകൊണ്ട് ദുനിയാവിനേക്കാൾ ആഖിറത്തെ നമ്മൾ പ്രേമിക്കണം പ്രിയപ്പെട്ടവര്. ഇത് വെറുതെ അങ്ങ് പറഞ്ഞു കേട്ടാ പോരാ, മനസ്സിരുത്തിയിട്ട് ചിന്തിച്ച് ഈ സമയം നശിക്കാൻ പോകുന്ന ജീവിതമാണ്, ഈ സമയം കെട്ടടങ്ങാൻ പോകുന്ന ജീവിതമാണ്. എന്റെ പ്രിയപ്പെട്ടവര്, തട്ടത്തുമലയിൽ ആക്സിഡന്റ് നടന്നിട്ട് 2 ദിവസമായി ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന സഹോദരന് വേണ്ടി ഇന്നലെ ഞാൻ ദുആ ചെയ്തല്ലോ, നിങ്ങളോട് പറഞ്ഞല്ലോ. ഇന്ന് വൈകുന്നേരവും സീരിയസ് ആണ് പ്രിയപ്പെട്ടവര്. ഒരു ഉറപ്പ് പോലും ഡോക്ടർമാര് കൊടുത്തിട്ടില്ല. ഇതുവരെ 2 ലക്ഷം രൂപയ്ക്കകത്ത് 2 ദിവസം കൊണ്ട് ചിലവായി. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവര് ഇപ്പോഴാ എന്റെ മൊബൈലിലേക്ക് ആ സഹോദരന്റെ ഇക്ക ഒരുപാട് പ്രാവശ്യം ഇതാ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയുടെ അവസ്ഥ വളരെ അപകടകരമാണ്. അല്ലാഹു ആ പ്രിയപ്പെട്ട പൊന്നുമോന് ആഫിയത്ത് കൊടുക്കട്ടെ. ഉമ്മാരെ പ്രിയപ്പെട്ടവനാണ്, വാപ്പാക്ക് പ്രിയപ്പെട്ടവനാണ്, നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടവനാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ, അപകടം സംഭവിച്ചു. തലച്ചോറിൽ ബ്ലഡ് കോട്ട് ചെയ്തുകൊണ്ട് ബ്ലഡ് സഞ്ചാരമില്ലാതെ തകർന്നു പോയ ശരീരവുമായിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിന്റെ അകത്ത് ജീവിതമാണോ മരണമാണോ എന്നറിയാതെ ഒരാഴ്ച മുമ്പ് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന സഹോദരനാണ്. 3-4 ദിവസം മുമ്പ് കൂട്ടുകാരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്ന കൂട്ടുകാരനാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ അല്ലാഹു ഇത്തിരിക്കുന്ന സന്തോഷം കൊണ്ട് മതിമറക്കണ്ട. ഇന്ന മിമ്മാ അഖാഫു അലൈക്കും ബഅദീ അയ്യുഫ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീനതിഹാ.
അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും ബഅദി, എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം പേടിക്കുന്നത് അയ്യുഫ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ, ദുനിയാവിന്റെ ആഡംബരത്തെ, ദുനിയാവിന്റെ ഭംഗിയെ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതിനെയാണ്. വസീനതിഹാ, ദുനിയാവിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് മുന്നിൽ അല്ലാഹു കാണിച്ചു തരുന്നതിനെ ഞാൻ പേടിക്കുകയാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതായത് ഗസാലി ഇമാം പറയുന്നുണ്ട്, ഒരാൾക്ക് മരണമാസന്നമായാൽ അയാൾക്ക് പെട്ടെന്ന് ഗ്ലാമർ കൂടുമെന്ന്, പെട്ടെന്ന് ഭംഗി കൂടും. അണയാൻ പോകുന്നത് ഈ ആളിക്കത്തൊന്നും ചില ആൾക്കാർ പറയല, ആ പഴഞ്ചൊല്ല് പോലെ സംഭവിക്കും. പെട്ടെന്നൊരു ഭംഗി അല്ലാഹു ആ മുഖത്തിനും ആ ശരീരത്തിനും കൊടുക്കും. ഇന്നലെ വരെ ഇല്ലാത്ത ഒരു ഭംഗി പെട്ടെന്നൊരു ദിവസം വന്നാൽ സമയമായി എന്നറിയുക. അങ്ങനെയാണ് ദുനിയാവിന് ഇന്ന് ആ ഭംഗിയാണ്. പഴയ കാലത്തില്ലാത്ത ഭംഗിയാണെന്ന് ദുനിയാവിൽ. പൊന്മുടിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ഇല കൊണ്ട് 100 പുസ്തകത്തിന് നിറച്ച് കവിത എഴുതാൻ കഴിയുന്ന സൗന്ദര്യം ഇന്ന് നമ്മുടെ ദുനിയാവിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒരു ഇല വെച്ചുകൊണ്ട് 100 പുസ്തകത്തിലെ കവിതകൾ എഴുതാൻ കഴിവുള്ള ചിന്തകന്മാര് ദുനിയാവിൽ വരുന്നത് ആ ദുനിയാവിന്റെ ഈ വസ്തുക്കൾക്ക് സൗന്ദര്യം കൂടുന്നത് കൊണ്ടാണ്. എത്ര ഭംഗിയാണെന്ന് ദുനിയാവിനെ കാണാൻ, എത്ര രസമാണ്. എല്ലാ സ്ഥലത്തും ഘോഷയാത്രയും സന്തോഷവും ആനന്ദവും. ഒരു യാത്ര ചെയ്ത് രാത്രി അങ്ങോട്ട് പോയാൽ എല്ലാ സ്ഥലത്തും ലൈറ്റും ബഹളവും, ഇങ്ങനെ സന്തോഷമാണ്. ഇതെന്തുകൊണ്ടാ? തീരാൻ പോകുന്നതിന്റെ അടയാളമാണ്. ദുനിയാവ് നശിക്കാൻ പോകുന്നതിന്റെ മുന്നൊരുക്കമാണ്. ഇനി ഒന്നുമില്ല. ഏകദേശമുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞു. ജനലക്ഷങ്ങളൊക്കെ മണ്ണിനടിയിലേക്ക് പോയി. ഇനി അങ്ങനെ കുറച്ച് സ്ഥലത്ത് നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇപ്പോഴും ഇത്രയും സ്ഥലത്ത് ഇതൊക്കെ നടന്നിട്ടും നമ്മളെ ഇപ്പോഴത്തെയും ചിന്ത എന്താ? അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ദുനിയാവ് വീടിന് തറക്കല്ലിട്ടല്ലേ ഉള്ളൂ ഉസ്താദേ, ഇനി എന്തെല്ലാം ജോലിയുണ്ട് അതിനകത്ത് താമസിക്കണം. AC റൂമാണ് എനിക്കും എന്റെ ഹസ്ബൻഡിനും വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും നമ്മളെ അള്ളാഹു കൊണ്ടുപോകില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ ചില ആൾക്കാർ പറയുന്നതെന്നറിയോ, എടാ ഒരുപാട് നന്മ ചെയ്തു പോയവരൊക്കെ പെട്ടെന്ന് മരിക്കും, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാത്ത. എടാ കള്ളു കുടിച്ചൊക്കെ നടന്നാൽ പെട്ടെന്ന് മരിക്കൂല. കള്ളുകൂടി, ചീട്ടുകളി, പെണ്ണുപിടി, ഇങ്ങനെ അടിച്ചു പിടിച്ച് നടന്നാൽ പെട്ടെന്ന്. നിസ്കാരമൊക്കെ നടത്തി പെട്ടെന്ന് നല്ല പള്ളിയായിട്ട് ബന്ധപ്പെട്ട മരണചിന്തയും വന്ന് പെട്ടെന്ന് ഉരി അവ അറ്റാക്കൊന്നും തീരുമാനിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പോ ആ ഭാഗമൊന്നുമില്ല. ഞാനിപ്പോ കള്ള കുടിച്ച് ലാവിഷായിട്ട് ജീവിക്കും. ഇത് പിശാചിട്ട് കൊടുക്കുന്ന ചിന്തയാണ്. പെട്ടുപോകരുത് അതിനകത്ത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ചില ഉമ്മമാര് പറയൂലേ, നരകത്തിൽ പോകാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? അള്ളാഹുടെ വലിയ നരകം ഇട്ടിട്ട് ആരും ഇല്ലെങ്കിൽ അള്ളാഹ് വിചാരിക്കുക, അയ്യേ നാണക്കേടായല്ലോ, എല്ലാവരും സ്വർഗത്തിലായി പോയാലും പടച്ചൊരു നാണക്കേട്. അതുകൊണ്ട് ഭരണിക്കാവിന്ന് കുറച്ച് നമ്മൾ 5-6 പേര് നരകത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കണം എന്ന് ചില ആൾക്കാർ പറയും. ഇതൊക്കെ പിശാചിട്ട് തരുന്ന ചിന്തയാണ്, അപകടമാണ്. ആ ഒരൊറ്റ വാക്കുമതി നിനക്ക് അല്ലാഹു നിന്റെ സകല നന്മയും പൊളിച്ചു കളഞ്ഞ് നിനക്ക് നരകം തരാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാര് ചിലപ്പോ വിചാരിക്കും കള്ളുക കുടിച്ച് ദുആ ചെയ്യാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും, കുഴപ്പമില്ലടാ, ഞാൻ നിർത്താൻ പോയതാണ്, പക്ഷെ മറ്റന്നാ ഷാനവാസ് ഗൾഫിന്ന് വരണം. അവൻ വരുമ്പോ എന്തായാലും ഒന്നും കൂടിയില്ലെങ്കിൽ അവനൊരു നാണക്കേടാണ്. അതുകൊണ്ട് അവന്റെ കൂടെ ഒന്ന് കൂടിയിട്ട് അത് കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി. ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, തൗബ ചെയ്യാൻ വെള്ളിയാഴ്ച രാവേ പറ്റുള്ളൂ, ദുആ ചെയ്യാൻ വെള്ളിയാഴ്ച രാവേ പറ്റുള്ളൂ എന്നൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് നമുക്ക് കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണെന്ന് കരുതും. ഈ ജീവിതത്തിന്റെ ഈ ഒരു സെക്കൻഡ് ഉണ്ട്. ഈ സെക്കൻഡിന്റെ വില നമ്മൾ അറിയുന്നത് നമ്മുടെ തലയോ അല്ലെങ്കിൽ അവയവങ്ങൾ എവിടെയെങ്കിലും പാറയിലോ പോസ്റ്റിലോ ഒക്കെ വന്ന് ഇടിച്ച് സീരിയസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നു 1/2 മണിക്കൂറിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് എഴുതി തന്നാൽ ആംബുലൻസിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്താ? പടച്ചോനെ പൊന്നുമോന്റെ ശരീരം കൊണ്ടുപോവാൻ വഴിയിലൊന്നും ഒരു ബ്ലോക്കും ഒരു അപകടങ്ങളും തരല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചീറിപ്പാഞ്ഞു പോകുക. ആ 1/2 മണിക്കൂറിന്റെ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, ഒരു സെക്കൻഡ്, അതാണ് സമയത്തിന്റെ ആലോചിച്ചു. ആ 1/2 മണിക്കൂറിലെ ഒരു സെക്കൻഡ് എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര അള്ളാഹുവിനെ നമ്മൾ വിളിക്കും, എത്ര പ്രാവശ്യം നമ്മൾ വിളിക്കും. കരയാത്ത കണ്ണുകളെന്ന് നിറയൂലേ, ഇടിക്കാത്ത ഹൃദയമെന്നിടിക്കൂലേ. പക്ഷെ ഇപ്പൊ നാം പാഴിക്കളയുന്ന എത്ര സമയങ്ങളാണ്, അതിന് വിലയില്ലല്ലോ. ഒരു സെക്കൻഡ് പോയാൽ അത് പിന്നെ മടങ്ങി വരൂല. അദ്ദുനിയാ കഹുൽ മിൻ നാഇമി ഇദ് യറാ ഫീ മനാമിഹി മാ യസൂ.
യസുറു വമാ യക്റഹു ഫബൈനമാ ഹുവ കദാലിക ഇൻദബഹാ. ദുനിയാവെന്ന് പറഞ്ഞാൽ നീ കാണുന്ന ഒരു സ്വപ്നം പോലെയാണ്. സ്വപ്നം കണ്ടു തീരുമ്പോ അറിയാതെ നീ ഉണർന്നു പോകുന്നത് പോലെ ദുനിയാവ് അത്രയേ ഉള്ളൂ, പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നതാണ്. എത്രയോ പേര് അസറായിൽ കൊണ്ടുപോയി. അതുകൊണ്ട് അനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ, അല്ലാഹുവിന്റെ വാർഷത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് കണ്ണീരോടെ കള്ളിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന്, പെണ്ണിൽ നിന്ന് ഒഴിവായി അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോ.